അയ്യയ്യേ, ഇതെന്താ ഒരുമാതിരി ചത്ത വീട് പോലിരിക്കുന്നത്? നമ്പീശേട്ടൻ അവിടെ? അച്ഛനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, മോന്തൊക്കെ കൊടുക്കേണ്ടി വരും. നമ്പീശേട്ടൻ എവിടെ പോയി കിടക്കും? അതെ, ഷുഗറിന്റെ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. ഒഴിച്ചിട്ട് തീരുന്നില്ല. പിന്നെ ഇത് ഒഴിച്ച ഇപ്പൊ തീർന്നു കിട്ടും. നമ്പറൊക്കെ ഇനി പോരട്ടെ. പെണ്ണാള് പാടത്തിറങ്ങുമ്പോ മാലവർക്കൊക്കെയും സന്തോഷം. പാടത്തു വന്നൊന്ന് കണ്ണുനിറഞ്ഞ മോഹമായ ചെലവി വാങ്ങണ്ട കല്ലിപ്പെണ്ണെ ചെല വാങ്ങിച്ചില്ലേ മാറിന്റെ പെണ്ണാള് പാടത്തിറങ്ങേണ്ട കയ്യാള്. എന്താ നിർത്തിക്കളഞ്ഞേ? അല്ല, അച്ഛൻ അതൊന്ന് കിടന്നിട്ട് ഡാൻസ് ചെയ്ത് ഇവിടെ കിടന്ന്. ഇന്നത്തെ ദിവസം അല്ലാതെ പിന്നെ എന്നാടോ സന്തോഷിക്കുന്നേ? പെണ്ണാള് പാടത്തിറങ്ങുമ്പോ മാലവർക്കൊക്കെയും സന്തോഷം. പാടത്ത് വന്നു കണ്ണുനിറങ്ങുമ്പോ കേളത്തെ തമ്പുരാന്റെ മോഹമായ നിന്നെയും മക്കളെയും വേദനിപ്പിക്കാനല്ലാതെ ഒന്ന് സ്നേഹിക്കാനോ സന്തോഷിപ്പിക്കാനോ എന്നേ വരെ കഴിഞ്ഞിട്ടുണ്ടോ എനിക്ക്? അതൊന്നും ആലോചിച്ച് വിഷമിക്കണ്ട. കള്ളം കുടിച്ച് ദൂർത്തടിച്ച് ഉള്ളതെല്ലാം നശിപ്പിച്ചിട്ടും നിങ്ങൾക്കൊക്കെ എന്നെ എങ്ങനെ സ്നേഹിക്കാൻ കഴിയുന്നു? എല്ലാം എന്റെ സമയദോഷാട്ടെ ഞാൻ കരുതി. കുട്ടികളല്ലേ, അവർക്കെന്തറിയാം? മോള് പോയി കളിച്ചോ. നീ വിഷമിക്കണ്ട, രാവിലെ തന്നെ തട്ടാൻ എടുത്തുകൊണ്ട് പോയി വിളക്കിച്ചോണ്ടുവന്നാ പോരെ. സരസ്വതി, ഇവിടെ ഞാൻ തരില്ല. അതാർക്കും ഒന്ന് പറഞ്ഞ എനിക്കറിയാം. തണുത്തത് എന്തോണ്ടാ? തണുത്ത ചായ ഉണ്ട്, എടുക്കട്ടെ? ചൂടാവല്ലടാ. ബാവട്ടെ കൈയെടുക്ക്. ശരീരത്തിൽ തൊട്ടുള്ള കളി വേണ്ട. ഒന്നാമത് ചൊവ്വാദോഷമാണ്, അതിനോട് പേദോഷം കൂടി ഉണ്ടാക്കരുത്. കൈയെടുക്ക സത്തെ. പെണ്ണുങ്ങൾ നോക്കിക്കണില്ലെങ്കിൽ മുണ്ടിയാൻ പൊക്കിയേനെ. നീ കോപ്പ് വെക്കും. പഴം ഞാൻ ഉണ്ടാക്കി കുത്തിക്കേ വരുന്നു. നമസ്കാരം. പഴം പോയേനെ. ദിവാരൻ എന്തിയെ? ഇതൊന്ന് നേരിട്ട് കൊടുക്കാനാ. മോളെ, ദിവാരനെയും വിളിക്കേ. ഇപ്പൊ വരും, പുറത്തു വരിക. എന്തിന്? താലിമാല വിളക്ക്. ഈ സമയത്താണോ ഇതൊക്കെ? അവരിവിടെ നിൽക്കേണ്ടതല്ലേ? ചെല്ല് ചെല്ല് ചെല്ല്. താൻ ഭാഗ്യം ചെയ്തവനാടോ ദിവാകര. ദൈവത്തെ പോലെ ഒരാളെയല്ലേ തനിക്ക് അമ്മായിച്ചനായി കിട്ടിയത്. ഇനിയെങ്കിലും വലിയും കൂടിയൊക്കെ നിർത്തി മര്യാദയ്ക്ക് ജീവിക്കാൻ നോക്ക്. ഒക്കെ നിർത്തി വാസുട്ടാ, എന്തെങ്കിലും ഒരു ജോലി കണ്ടെത്തണം. ഗൾഫിലേക്ക് തന്നെ തിരിച്ചു പോയാലോന്ന് ആലോചിക്കുക. അതാടോ നല്ലത്. ഇവിടെ നിന്നാൽ നശിച്ചു പോവുള്ളൂ. കൂട്ടുകൂടി കുടിപ്പിക്കാനൊക്കെ എപ്പോഴും ആളുണ്ടാവും. ഇതിരിക്കട്ടെ. പിന്നെ അത് കയ്യിൽ വെച്ചേക്ക്. അല്ല, ഒരു സന്തോഷത്തിന്. അവിടെ ഇരിക്കട്ടോ. അല്ല ഇഷ്ട വീട്ടു താമസത്തിന് ഞാൻ വരണ്ടേ? എന്റെ വാസുട്ടാ, ഞാനായിട്ട് ആരെയും വിളിച്ചിട്ടില്ല, അറിയാലോ. ഞാൻ വെറുതെ പറഞ്ഞതാടോ, നീ വിഷമിക്കണ്ട. മാഷ് എന്നെ വിളിച്ചിട്ടുണ്ട്, ഞാൻ എത്തിക്കോളാം. എന്നാ ശരി. ഉച്ചക്കുമ്പോ എത്താട്ടോ. ആ ദിവാകര, നീ കുടിയൊക്കെ നിർത്തി ഇപ്പൊ വീട്ടിൽ തന്നെ അങ്ങ് ഒതുങ്ങി കൂടിയില്ലേ? ഗൃഹപ്രവേശം എന്നൊക്കെ കേട്ടല്ലോ, നമ്മളിന്ന് ക്ഷണിക്കുന്നില്ലേ? പെട്ടെന്നായിരുന്നു, പലരെയും വിളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഉച്ചയാവുമ്പോഴേക്കും നിങ്ങൾ വരണം, ഭക്ഷണം അവിടെ നിന്നാക്കാം. സദ്യ ഒക്കെ നീ ഉണ്ടോ? നിന്റെ കാശിന്റെ കാര്യം എന്തായി? അത് ഞാൻ ഉടനെ തരാം. ഇനി എന്നാടാ വാങ്ങിട്ട് എത്രയെന്ന നിന്റെ വിചാരം? വാക്കിന് സ്ഥിരതയില്ലാത്ത നായെ. ഇപ്പൊ കയ്യിലുള്ള എന്താ ചെങ്ങട് എടുക്ക്. അത് ശരി, കയ്യിൽ വെച്ചിട്ട് നാട്ടുകാരെ പക്ഷെ കാശും കൊണ്ടോ വീടും മാറിയിട്ട് നടക്കണം. ഇങ്ങോട്ട് തരാല്ലോ. എങ്ങോട്ട് പോയാലും വിടില്ല.
പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കാണുമോ? സൂര്യൻ വിളിച്ചിരുന്നു, ഇപ്പൊ എത്തും. ആ സൂര്യനുണ്ടല്ലോ, അവളെടുത്ത് ഇങ്ങനെ കരയണ്ടെന്ന് പറ. ഇങ്ങനെ കരഞ്ഞ അങ്ങനെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചില്ലേ? അറിയിക്കണം. അവനിങ്ങ എത്തിയ അധികം നേരം കിടത്തണ്ട. ഈശ്വര. മോളെ, സൂര്യ, സരസ്വതി, ഈശ്വര. എന്താ അച്ഛൻ സൂര്യ, സൂര്യ, ഈശ്വര, ഈശ്വര.